വന്യജീവികളുടെ താവളമായി മഞ്ഞപ്ര പഞ്ചായത്തിലെ കിഴക്കേ പാടശേഖരം 400 ഏക്കറോളം സ്ഥലം കാടുപിടിച്ച് കൃഷി പ്രതിസന്ധിയിൽ. കാടുവെട്ടി കൃഷിയോഗ്യമാക്കാൻ ഭൂവുടമകളോട് ആവശ്യപ്പെടാൻ ജനജാഗ്രതാ സമിതി തീരുമാനം. മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേ പാടശേഖരത്തും അതോടനുബന്ധിച്ച സ്ഥലങ്ങളിലും ഏകദേശം 400 ഏക്കറോളം സ്ഥലം കാടുപിടിച്ച് വന്യജീവികളുടെ താവളമായി മാറിയതായി പരാതി. കാട്ടുപന്നി, കുറുനരി, മലമ്പാമ്പ്, മയിൽ എന്നിവയുടെ വിഹാര രംഗമാണിവിടം. കർഷകർക്കോ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കോ ഈ ഭാഗത്തേക്ക് കടക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. രാത്രി സമയങ്ങളിൽ കുറുനരികളുടെ ഓലിയിടൽ പരിസരവാസികളെ ഭീതിയിലാക്കുന്നു. സമീപത്തെ വീടുകളിലേക്ക് കുറുനരികൾ കടന്നു ചെന്ന് വളർത്തുനായ്ക്കളെയും കോഴികളെയും കൊല്ലുന്നതും പതിവാണ്. കുറുനരികൾക്ക് പേവിഷബാധ കൂടുതലായതിനാൽ ജനങ്ങൾ ഭയാശങ്കയിലായിരിക്കുകയാണ്. തരിശായി കിടക്കുന്ന ഭൂമി എത്രയും വേഗം കാടുവെട്ടി കർഷകർക്ക് കൃഷി ചെയ്യാനാകുന്ന തരത്തിലാക്കണമെന്ന് സ്ഥലമുടമകളോട് ആവശ്യപ്പെടാൻ പഞ്ചായത്തിൽ ചേർന്ന ജനജാഗ്രതാ സമിതി തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി പൈനാടത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അതിരപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രഘുലാൽ ടി, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബിബിത പ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രേസ്യ തങ്കച്ചൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി സാജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജു ഈരാളി, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ JHI ശ്രീജിത്ത്, കൃഷി ഓഫീസർ, വെറ്ററിനറി ഡോക്ടർ, പഞ്ചായത്ത് സെക്രട്ടറി മാധവൻ EA എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.